അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്നെ കണ്ടപ്പോൾ നിങ്ങളൊക്കെ എഴുന്നേറ്റുന്നില്ലേ? അത് നിങ്ങളെ മര്യാദയാണ്. എഴുന്നേറ്റ് നിന്നത് നിങ്ങളെ മര്യാദയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുന്നേറ്റ് നിന്ന എല്ലാവർക്കും അല്ലാഹു ആഫിയത്ത് അല്ലാഹു കൊടുക്കട്ടെ, ആരോഗ്യം അല്ലാഹു കൊടുക്കട്ടെ, തരിപ്പ് അല്ലാഹു ശിഫയാക്കി തരട്ടെ. ഒരു മൂലയിൽ കിടന്ന് നമ്മളെ കാഷ്ടവും നമ്മളെ മൂത്രവും മറ്റൊരാൾ എടുക്കേണ്ട ഒരു അവസ്ഥ അല്ലാഹു തരാതിരിക്കട്ടെ. ഇരിക്കും. അപ്പൊ നിങ്ങൾ രണ്ടാളും മലയാളികളല്ല, അതല്ലേ? ഞാൻ ഇപ്പൊ നീച്ചു നോക്കലെന്ന് പറയുന്നത് പെട്ടില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ പെട്ടിട്ടില്ല. പിന്നെ നിങ്ങൾ ബാക്കിൽ തിരിഞ്ഞു നോക്കണ്ട. ഒരാളിരുന്നിട്ടില്ലല്ലോ, ഒറ്റ ആളിരുന്നിട്ടില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടാ. ഒരു എപ്പോഴും നിങ്ങൾ അല്ലാഹുവിനോട് ദ്വാരിക്കണം. എന്തറിയാം? രോഗം തന്ന് അല്ലാഹു പരീക്ഷിക്കാതിരിക്കട്ടെ. അതിനാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഇവിടെ വരുമ്പോ ഞാൻ മുത്തേ നിർബന്ധിച്ചിട്ട് ആരെങ്കിലും കേറ്റല്ലേ കാക്ക. നമ്മള് അല്ലാഹു രോഗം അല്ലാഹു പരീക്ഷിക്കാതിരിക്കട്ടെ. എപ്പോഴും നിങ്ങൾ അല്ലാഹുവിനോട് ദ്വാരിക്കണം. ഇപ്പൊ അടുത്ത് ഞാൻ അതാണ് എഴുന്നേറ്റുന്നവർക്ക് കയ്യിലും കരുഞ്ഞ ദ്വാരിക്കണം. എന്താ അറിയാം? ഇവിടെ കഴിഞ്ഞ ആഴ്ച ഒരു രണ്ടാളുകൾ വന്നത്, ഒരു മാപ്പിളയും പെണ്ണുങ്ങൾ. ഒരു 50 വയസ്സ് പ്രായം ഉണ്ടാവും. ആർക്ക്? ആ മാപ്പിളക്ക്. ഒരു 40 വയസ്സ് പ്രായം ഉണ്ടാവും ആ പെണ്ണുങ്ങൾക്കും. അങ്ങനെ ഇവിടെ വന്നു. ആ പെണ്ണിനെ ചൂണ്ടിട്ട് റൂമിൽ കയറി. ആ പെണ്ണിനെ ചൂണ്ടിയിട്ട് ആ കാക്ക പറഞ്ഞു, ഇതെന്റെ ഭാര്യയാണ്, ഇതെന്റെ ഭാര്യയാണ്. കാണാൻ കുഴപ്പമില്ല. എന്നോട് പറയാം, എന്റെ ഭാര്യന്റെ 2 കിഡ്നി നഷ്ടപ്പെട്ടിട്ട് എന്റെ ഭാര്യന്റെ അത് പിന്നെ തരാൻ പറയുന്നത് ദൈവം കയ്യട്ടെന്ന് പറഞ്ഞു. എന്റെ ഭാര്യന്റെ 2 കിഡ്നി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാന് 3 കൊല്ലം ആശുപത്രിയിൽ നിന്ന് ഇൻഷൂർ കാർഡ്, അങ്ങനെ കാർഡില്ലല്ലേ, ഇൻഷൂർ കാർഡില്ല. നമ്മളിങ്ങനെ പാവപ്പെട്ട ആളായത് വെച്ച് കിട്ടിയിട്ടില്ല. 3 കൊല്ലം ഇൻഷൂർ കാർഡിലോട്ട് ഡയാലിസ് അങ്ങനെ ചെയ്യും. 1 കൊല്ലം മഹല്ല് കമ്മിറ്റി സഹായിച്ചു. ഇപ്പോ ഞാൻ ഒരു ദിവസം വെട്ടുകല്ല് ഏറ്റിയിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്? ഡയാലിസിസ് ചെയ്യുന്നത്. ഒരു ഗതിയില്ല തങ്ങളെ. ഞാന് വല്ലാത്തൊരു വിഷമത്തില നിന്നോട് ഇങ്ങനെ പറയാം. ഇത് കഴിഞ്ഞ് ഈ പെണ്ണുങ്ങള് അവിടെ മാറി നിന്നപ്പോ എന്നോട് സ്വകാര്യത്തിൽ പറയാം, ഓളെ നോക്കാൻ എനിക്ക് വയ്യ, മരിക്കാൻ ആയിരിക്കും, ഓള് മരിച്ചോട്ടെ. അല്ലോ, ഇത് കേട്ടപ്പോ പെണ്ണത് കരഞ്ഞു. ബാഹു അങ്ങനത്തെ ഒരവസ്ഥ തരാതെ ഇപ്പോൾ നിങ്ങൾ ദ്വാരിക്കണം അല്ലാഹുവോട്. നമ്മൾ ആർക്കും ബാധ്യതയാക്കാതെ അല്ലേ? ഒരാൾക്കും നമ്മള് ബാധ്യതയാക്കാതെ ഒരു മൂലയിൽ കടന്ന് നമ്മളെ കാഷ്ടവും നമ്മളെ മൂത്രവും മറ്റൊരാൾ എടുക്കേണ്ട ഒരവസ്ഥ റബ്ബ് തരാതിരിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ ദ്വാരിക്കണം. ആ ദ്വാ അല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. ഒരു മകന് വന്നിട്ട് പറയാ, എന്റെ ഉമ്മ മരിക്കാൻ മുമ്പ് പ്രസവിച്ച ഉമ്മ മരിക്കാൻ വസിയത്ത് ചെയ്യാൻ. ഞാൻ കുറെ ചീത്ത പറഞ്ഞോന്, ഒന്നും മുണ്ടിയില്ല. എന്നോട് പറഞ്ഞു എന്റെ വാപ്പ ഒരുപാട് പൈസ ഉള്ള ആളാ, കോടീശ്വരനെ, ഞങ്ങൾക്കുള്ള ഒരുപാട് സമ്പത്ത് അല്ലാഹു തന്നിട്ടുണ്ട്. പക്ഷേ എന്റെ ഉമ്മയും എന്റെ വാപ്പയും നല്ല സ്നേഹത്തിലാണ്. എന്റെ വാപ്പ 4 വർഷം മുമ്പ് അറ്റാക്ക് വന്ന് മരിച്ചു. എന്റെ ഉമ്മ അതോടെ തളർന്നു. എന്റെ ഉമ്മയുടെ മെയിലൊക്കെ മാറി, സ്റ്റോക്ക് വന്ന് കിടപ്പിലായി. ഞാൻ കാണിക്കാത്ത ഹോസ്പിറ്റലില്ല. അള്ളാന്റെ പരീക്ഷണമാണ്. കാഷ്ടൊക്കെ മേത്തൊക്കെ തേക്കുക. പണിക്കാര് നിർത്തിക്കഴിഞ്ഞാൽ പോലും ഒരു പണിക്കാർ നിൽക്കുന്നില്ല. അവസാനം ഇപ്പം പറയാം, 4 പെണ്ണ് കെട്ടിയതാ, 4 ആള് തലാക്ക് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒരാൾ കല്യാണം കഴിച്ചു,
ഓള് പറഞ്ഞു എന്നെ നോക്കാം, എന്റെ അമ്മാനെ നോക്കാം, എനിക്ക് പറ്റൂല. അല്ലാഹു അങ്ങനത്തെ ഒരു അവസ്ഥ റബ്ബ് തരാതിരിക്കട്ടെ. ഇപ്പൊ ഇവിടെ വെച്ച് നമ്മള് 3 ഫാത്തിഹ നമ്മൾ ഓതും, 5 സ്വലാത്ത് നമ്മൾ ചൊല്ലും. ഈ ഹളറത്തിൽ വെച്ച് മഹാനായ കാട്ടുറുപ്പാപ്പാന്റെ കൊടിമരത്തിന്റെ മുന്നിൽ വെച്ച് 3 ഫാത്തിഹ നമ്മൾ ഓതും, 3 സ്വലാത്ത്, 5 സ്വലാത്ത് നമ്മൾ ചൊല്ലും. അതിൽ ഒന്നാമത്തെ സ്വലാത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നമുക്ക് തന്ന എല്ലാ സങ്കടങ്ങളും അല്ലാഹു മാറ്റിത്തരാൻ, ഇതൊരു സങ്കടം അല്ലാഹു തരാതിരിക്കട്ടെ. രണ്ടാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും, രോഗം തന്നുള്ള പരീക്ഷിക്കാതിരിക്കട്ടെ. ഇപ്പോ അവിടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് ഒരാളുണ്ട്, അയാളങ്ങോട്ട് കൊണ്ട് അവൾ ഛർദിക്കുന്നുണ്ടോ? നിർത്തിയോ? കമ്മിയുണ്ടോ? കമ്മിയായോ? ബ്ലഡ് ഇങ്ങനെ ഛർദിക്കുക. ഒരു ഓട്ടോസിൽ കൊടുത്തു. ഞാൻ സങ്കടം, നമ്മൾ സാധാരണ ഛർദിക്കൂലേ, ആ മനുഷ്യന് ബ്ലഡ് ഛർദിക്കുക. ഇനി കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലില്ല. ആലോചിച്ചു നോക്കി, ഇത്ര മാസങ്ങളോ. ഞാൻ എന്റെ മുന്നിൽ ഛർദിച്ചു, ബ്ലഡ്. അല്ലാഹു കാക്കട്ടെ. അയ്യോ, അപ്പൊ രണ്ടാമത് അവിടെ വന്നിരുത്താൻ മതി, മനോലെ കൊടുത്തിട്ട് രണ്ടാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. അല്ലാഹു രോഗം തന്നുള്ള പരീക്ഷിക്കാതിരിക്കട്ടെ. ഈ കൂട്ടത്തിൽ ആരാ ഫസ്റ്റ് മരിക്കാന്ന് പറയാൻ പറ്റുമോ? ഈ കൂട്ടത്തിൽ ആർക്കാ ക്യാൻസർ പറയാൻ പറ്റുമോ? രണ്ടാമതൊരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. അല്ലാഹു രോഗം തന്ന് പരീക്ഷിക്കാതിരിക്കട്ടെ. തന്ന രോഗം അല്ലാഹു ശിഫയാക്കട്ടെ. മൂന്നാമതൊരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. ദുനിയാവിന്റെ സ്വർഗം കാണാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. നാലാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. ഇവിടെ വന്ന നിങ്ങൾക്ക് അല്ലാഹു എത്രയും പെട്ടെന്ന് ഇതിന്റെ പ്രതിഫലം അല്ലാഹു തരട്ടെ. അഞ്ചാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. യൂട്യൂബിലൂടെ ഒരുപാട് പേര് ആമീൻ പറയുന്നുണ്ട്. അവരെ വിഷമങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. ഈ ദുആ അല്ലാതെ വേറെ മരുന്ന് ഇവിടെ ഇല്ല. ഈ ദുആയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മരുന്ന്. എത്ര സമയമാണോ ഈ കൊടിമരത്തിന്റെ ചുവട്ടിൽ നിങ്ങൾ ചെലവഴിക്കുന്നത്, അത്രയും സമയം നിങ്ങളുടെ വിഷമങ്ങള് ഖാലിഖായ പടച്ചറബ് മാറ്റിത്തരട്ടെ. ഇലാ ഹദ്റത്തുഹു നബിയനാ വ ഹബീബിനൽ മുസ്തഫ വ മുറബ്ബിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرته أبو بكر الصديق وعمر الفاروق وعثمان وعلي رضي الله تعالى عنه. وإلى حضرته حمزة القرار. وإلى حضرة سعد بن معاذ. وإلى حضرة خالد بن وليد. وإلى حضرة ذو القرنين. وإلى حضرة فاطمة الزهراء وخديجة الكبرى وعائشة الطهرى وأمهات المؤمنين. مرحبا مرحبا. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة السيد أحمد جلال الدين البخاري كاتب بابا. وإلى حضرة كادر فريد ولي الله. وإلى حضرة ورابة بابا. وإلى حضرة فاطمة بيبي. وإلى حضرة مرحوم سيد آتكوية تنغلو بابا. وإلى حضرة مرحوم سيد متقوية تنغلو بابا. وإلى حضرة بيل مسيح بوكوية تنغلو بابا. وإلى حضرة بعلي بسيدة عتبيبي.
وإلى حضرة العالم السيد كن بيبي مرحبا مرحبا الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الله സ്വീകരിക്കണല്ലോ. ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണല്ലോ, കബൂലാക്കണമല്ലോ.